ഇന്നലെ ഞാൻ എക്കോ മൂവി കണ്ട് തിയേറ്ററിൽ പോയിട്ട് തന്നെയാണ് കണ്ടത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമ ചുരുങ്ങിയത് 2 തവണയെങ്കിലും കാണണം. കാരണം എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ കഥ ശരിക്കും അങ്ങ് മനസ്സിലാവും. അങ്ങനെ ഒപ്പിച്ച് വെച്ചിരിക്കും ഈ സിനിമ. നിങ്ങൾക്കറിയാലോ, കിഷ്കിന്ധകാണ്ഡം സിനിമയുടെ ടീമിൻ്റെ ഒരു സിനിമയാണിത്. അപ്പോൾ ആ ഒരു ലെവൽ തന്നെ പ്രതീക്ഷിച്ച് നമുക്ക് പോവാം. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ നന്നായിട്ട് വർക്കൗട്ടായി. എന്നെ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിച്ചത് സോഷ്യൽ മീഡിയ ആണ്. ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബിലൊക്കെ ഈ സിനിമയുടെ ഹൈപ്പ് കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കണ്ടത്. ഞാനിവിടെ സൗദി അറേബ്യയിൽ നിന്നാണ് ഈ സിനിമ കണ്ടത്. ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ടും തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിരുന്നു. ഞാൻ ഈ സിനിമയുടെ ക്ലൈമാക്സ് കണ്ടതിന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പരസ്പരം എല്ലാവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ എല്ലാവരുടെ മുഖത്ത് ഒരു മൗനം, ഒരു എന്തോ അവർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ആലോചിച്ച് നിൽക്കുകയാണ്. കാരണം ഇതിൻ്റെ ക്ലൈമാക്സിൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്താ സംഭവിച്ചത്, കുറേ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ എന്നിട്ട് സിനിമയെ പറ്റി യൂട്യൂബിലും കാര്യങ്ങളും സെർച്ച് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിലെ കുറേ ഹിഡൻ ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് വൈകിപ്പോയി ഞാൻ സിനിമ കാണാനും. അപ്പം ഞാൻ ഈ സിനിമയെ പറ്റി പറഞ്ഞു വരുന്നത്, സിനിമ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത്രയും ശ്രദ്ധിച്ച് വേണം ഈ സിനിമ കാണാൻ. കാരണം ഈ സിനിമ മിനിമം ഒരു 2 തവണയെങ്കിലും നിങ്ങൾ കാണണം. മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. സന്ദീപിന്റെ പ്രകടനമൊക്കെ കിടിലമായിരുന്നു. പിന്നെ വിനീത്, അതേപോലെ അശോകനൊക്കെ അഭിനയിക്കുന്നതിന് പുറമെ ജീവിച്ച് കാണിക്കുക ചെയ്തത്. ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് പരസ്പരം ചതിക്കുന്ന രീതിയിലാണ്. ഒരു കഥാപാത്രത്തിനെയും പരസ്പര യോജിപ്പുള്ള രീതിയിൽ ഈ സിനിമ കാണിച്ചിട്ടില്ല. പിന്നെ കൂടുതൽ ഈ സിനിമയെ പറ്റി പറയുന്നില്ല. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, കുറ്റത്തിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്ന കാട് പശ്ചാത്തലമായ ഒരു മാനസിക ത്രില്ലർ മൂവി. സിനിമ കാണാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണിത്. ഈ വീഡിയോ കാണുന്നവരിൽ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഈ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യും.